സ്വർണ്ണഫലകവും ചെമ്പായോ? ഹരിവരാസനം രേഖപ്പെടുത്തിയ സ്വർണ്ണഫലകത്തിലും സംശയം. സ്വർണ്ണഫലകം സമർപ്പിച്ചത് 2014 ദുബായ് അയ്യപ്പ സേവാ സമിതിയാണ്. പിന്നീട് ഇങ്ങോട്ട് ഫലകം കണ്ടിട്ടില്ലെന്ന ആരോപണം. ഫലകവും കടത്തിയോ എന്ന് സംശയിക്കുന്നതായി ഹരിവരാസനം ട്രസ്റ്റ്. ഹരിവരാസന കീർത്തനം എഴുതി സ്വർണ്ണ പ്ലേറ്റിനകത്ത് എഴുതി ശബരിമലയിൽ കാണിക്കയായിട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് പത്രങ്ങളിലും ന്യൂസിലും ടി വിയിലുമൊക്കെ വന്ന ഒരു കാര്യമാണ്. 2014 നവംബറിലാണ് നൽകപ്പെട്ടത്. ഏത് ഭക്തനാണെന്ന് അറിയാൻ പറ്റില്ല. അത് സ്വർണ്ണ പ്ലേറ്റ് ആണ് ഹരിവരാസന കീർത്തനം എഴുതി കൊണ്ടുവന്നത്. 1923 ഹരിവരാസന കീർത്തനം എഴുതുന്നത്. കോന്നകത്ത് ജാനകിയമ്മയാണ് ഹരിവരാസന കീർത്തനം എഴുതുന്നത്. ഇപ്പോൾ ഹരിവരാസന കീർത്തനം രചന കഴിഞ്ഞിട്ട് ഇപ്പോൾ 103 വർഷമാകുന്നു. അങ്ങനെ അമ്മൂമ്മയുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചത്. അപ്പോൾ ഈ ഒരു സ്വർണ്ണ പ്ലേറ്റിനകത്ത് ഹരിവരാസന കീർത്തനം എഴുതിയതിനെ പറ്റി ആരും ഒന്നും പരാമർശിച്ച് കണ്ടില്ല. അത് ശബരിമലയായിട്ട് ബന്ധപ്പെട്ട സ്ട്രോങ് റൂമിലുണ്ടോ, ഇത്രയും കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ആ സ്വർണം വീണ്ടും ചെമ്പായി പോയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതിനെപ്പറ്റി ആരും പരാമർശിക്കാത്തതുകൊണ്ട് മാത്രമാണ് ഭഗവാന് മുന്നിൽ സമർപ്പിച്ചതാണ്, കാണിക്കയായിട്ട് കൊടുത്ത സംഭവമാണ് ഹരിവരാസന കീർത്തനം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു ഇത് കൊടുത്തപ്പോൾ അതിൻ്റെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ചെമ്പായി പോയിട്ടുണ്ടോ ഇല്ലയോ, എന്തൊക്കെ ആണ് കാര്യങ്ങളെന്ന് അറിയാൻ വളരെ താല്പര്യമുണ്ട്. അതിനെപ്പറ്റിയൊന്ന് അന്വേഷണം നടത്തിയാൽ വളരെ നന്നായിരിക്കും. അതാണ് ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റിന് പറയാനുള്ള പ്രധാന കാരണം. ശബരിമലയിൽ ഭക്തർ അമൂല്യമായ പല വസ്തുക്കളും നേരത്തെയും സമർപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് 2014 സമർപ്പിച്ച സ്വർണ്ണ ഫലകം. അതിൽ ഹരിവരാസനം ആലേഖനം ചെയ്തുകൊണ്ടായിരുന്നു ശബരിമലയിൽ സമർപ്പിച്ചത്. അന്നുണ്ടായിരുന്ന മേൽശാന്തി ഉൾപ്പെടെയുള്ളവരുമായി കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ സ്വർണ്ണ ഫലകം സമർപ്പിച്ചിരുന്നു, അത് ദേവസ്വം ബോർഡിന് നൽകിയെന്നാണ്. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് ഈ ഫലകത്തെക്കുറിച്ച് ഒരു വിവരവുമില്ലാത്ത അവസ്ഥയാണ്. പല ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ ആ ഫലകം എവിടെ എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ അവർക്കില്ല. സ്ട്രോങ് റൂമിലുണ്ടോ എന്നതിനെക്കുറിച്ച് പോലും കൃത്യമായ ധാരണയില്ല. കഴിഞ്ഞ ദിവസം മേൽശാന്തിയുമായി സംസാരിച്ചപ്പോൾ നേരത്തെ ഈ ഫലകം സമർപ്പിച്ചത് ദുബായിലുള്ള ഒരു കൂട്ടം ഭക്തരാണ്. ആ ഭക്തരിൽ ചിലർ ഈ ഫലകമുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി ഈ മേൽശാന്തിയെ വിളിച്ചിരുന്നു. പക്ഷേ മേൽശാന്തിക്കും ഇത് സംബന്ധിച്ചൊരു ധാരണയില്ലാത്ത അവസ്ഥയാണ്. കാരണം 2014 അദ്ദേഹം ഒരു വർഷം പൂജകൾ പൂർത്തിയാക്കി പടിയിറങ്ങിയതാണ്. അതിനുശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് അറിവില്ല. ഇപ്പോൾ ഏതായാലും 2019 ഈ സ്വർണ്ണമൊക്കെ ചെമ്പായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹരിവരാസനം ട്രസ്റ്റ് കൃത്യമായൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ആ ഫലകം അവിടെ ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കണം, അതോ അത് സ്വർണം മാറി ചെമ്പായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്.